ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഒഴിച്ചേറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിത്തരാം. അപ്പം നമ്മുടെ തനി നാടൻ സ്റ്റൈലിലുള്ള ഒഴിച്ചേറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരകിയത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അരമുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് വേറെ പച്ചക്കറി ഒന്നും ചേർക്കാത്തതുകൊണ്ട് അത്യാവശ്യം തേങ്ങ ചേർക്കണം. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നുണ്ടല്ലോ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. അതായത് 3 ടീസ്പൂൺ കൂടുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി അതുപോലെ തന്നെ 1 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉലുവയായിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ചേർത്തു. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ, ഒരു പുളിക്കൊക്കെ ആയിട്ടേ. പുളി നമ്മൾ വാളംപുളി കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാളംപുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കുക. പിന്നെ ഒരു 2-3 കഷ്ണം ഉള്ളിയും കൂടെ ആ കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരണേ. അപ്പോൾ ഇത് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കണേ. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിനെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ, എന്നാലേ കറിക്ക് ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ മുളക് പൊടി ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1-2, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഈ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ എരിവ് കിട്ടും. നമുക്ക് അത്യാവശ്യം നല്ല എരിവ് വേണ്ടതുകൊണ്ടാണ് നമ്മൾ 2 ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒഴിച്ചുകറിയുടെ ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട് നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പാത്രം നമുക്ക് എടുക്കാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മൺചട്ടി എടുത്തിരിക്കുന്നത്. കാരണം നാടൻ കറികളും നാടൻ കറികളും ഒക്കെ പണ്ട് തൊട്ടേ മൺചട്ടിയിലാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മൺചട്ടിയിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ അളന്ന് വെച്ചിരിക്കുന്നതാണേ, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടായി വരുമ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇടുവാണേ. അപ്പോൾ ഈ കടുകിൻ്റെ അളവ് 3/4 ടീസ്പൂൺ എന്നുള്ളത് ഇപ്പോൾ ഒരു 1 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. ഒരുപാട് കൂടിപ്പോയിരുന്നാൽ മതി. നമ്മൾ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് ചേർത്ത് വെക്കുന്ന ഒരു 15 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എത്ര കൂടിയാലും കുഴപ്പമില്ല. 15 ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ബ്രൗൺ കളറാകുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണേ. ഈ ചെറിയുള്ളി എടുക്കുമ്പോൾ ഒരു 10-20 എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കറിക്ക് ടേസ്റ്റ് കൂടി വരുള്ളൂ. ഉള്ളി പകുതി മൂപ്പാകുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 5 വറ്റൽമുളക് ചേർക്കുവാണേ. അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ, 2-3 തണ്ട് കറിവേപ്പില എടുത്തു. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. കറിവേപ്പിലയൊന്നും എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുമ്പോഴത്തേനും നല്ലൊരു മണം. അപ്പം നമ്മുടെ ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, അതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചാറിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റായി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ചേർത്തില്ലായിരുന്നു. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇപ്പം നമ്മളൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞു. ഇനിയും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് തിളക്കാനൊന്നും അനുവദിക്കരുത്, ചൂടാക്കി എടുക്കുക. നമ്മുടെ 5 മിനിറ്റ് കൊണ്ട് തയ്യാറെടുക്കാവുന്ന നാടൻ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തിനാ ഒരുപാട് കറിയൊക്കെ, ചോറിനാൻ ഈ കറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൊടുത്ത് ഓളി വെക്കാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ തന്നേക്കുക. പിന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ. നമ്മുടെ പഴയ വീഡിയോകൾ എല്ലാവരും ഒന്ന് പോയി കാണണം. വേറെ വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടംപോലെ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ട് വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്